ASAPന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ക്ലാസ് കണ്ടതിന് ശേഷം രണ്ടാമത്തെ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1924 ആലുവ സർവമത സമ്മേളനം നടക്കുന്നത് 1924 ആലുവ സർവമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സദാശിവ അയ്യർ. സദാശിവ അയ്യരാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിലെ വാചകം വാദിക്കാനോ ജയിക്കാനോ അല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ എഴുതിയിരിക്കുന്ന വാചകം വാദിക്കാനോ ജയിക്കാനോ അല്ല, അറിയാനും അറിയിക്കാനുമാണ്. 1925 ശ്രീനാരായണ ഗുരുവിനെ കാണുന്നതിനു വേണ്ടി ഗാന്ധിജി ശിവഗിരിയിലേക്ക് വരുന്നത്. 1925 ശ്രീനാരായണ ഗുരുവിനെ കാണുന്നതിന് വേണ്ടി ഗാന്ധിജി എവിടെ എത്തുന്നു? ശിവഗിരിയിലേക്ക് വരുന്നു. ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ, ഗുരുവിനെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണ് സി രാജഗോപാലാചാരി, സി രാജഗോപാലാചാരി, മഹാദേവ് ദേശായി, മഹാദേവ് ദേശായി, അതുപോലെ രാംദാസ് ഗാന്ധി, രാംദാസ് ഗാന്ധി, EV രാമസ്വാമി നായ്ക്കർ. ആരൊക്കെയായിരുന്നു? സി രാജഗോപാലാചാരി, മഹാദേവ് ദേശായി, അതുപോലെ രാംദാസ് ഗാന്ധി, EV രാമസ്വാമി നായ്ക്കർ. ഗുരുവിനെ കാണാൻ വരുമ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു ഇവർ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ദ്വിഭാഷി N. കുമാരൻ. ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ദ്വിഭാഷി എന്ന് പറയുന്നത് N. കുമാരനാണ്. 1926 ഗുരുവിൻ്റെ രണ്ടാം ശ്രീലങ്കൻ സന്ദർശനം. ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1926 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1918 ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത്. രണ്ടാമതായി ഗുരു ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1926. 1927 ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് 1927. ഗുരുവിൻ്റെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട് കണ്ണാടി പ്രതിഷ്ഠ. ഗുരുവിൻ്റെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുന്നത് കളവൻകോട് കണ്ണാടി പ്രതിഷ്ഠയാണ്. ഗുരുവിൻ്റെ രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ, ഗുരുവിൻ്റെ അല്ലെങ്കിൽ അവസാനത്തെ കണ്ണാടി പ്രതിഷ്ഠ ഉല്ലല. ഉല്ലല എന്ന് പറയുന്ന സ്ഥലം വെച്ചൂരിലുള്ള ഉല്ലല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഗുരു രണ്ടാമതായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ വർഷവും 1927. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ വർഷം 1927. എവിടെ വെച്ചിട്ടായിരുന്നു? വിളക്കമ്പലം കാരമുക്ക്. കാരമുക്കിലെ വിളക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. സെയിം ഇയർ 1927 ഗുരു പങ്കെടുത്ത അവസാന SNDP യോഗം നടന്നത് കൊല്ലത്ത് വെച്ചാണ്. ശ്രീനാരായണ ഗുരു പങ്കെടുത്ത അവസാനത്തെ SNDP യോഗം നടക്കുന്നത് കോട്ടയത്ത് വെച്ചാണ്. 1928
സെപ്റ്റംബർ 20, 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധി. ശ്രീനാരായണ ഗുരു സമാധി ആയത് 1928 സെപ്റ്റംബർ 20. ഗുരുവിൻ്റെ ജനനവും മരണവും പൊതു അവധിയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനനവും മരണവും പൊതു അവധി പ്രഖ്യാപിച്ച ഒരേ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ അദ്ദേഹം സമാധിയായത് എവിടെയായിരുന്നു? ശിവഗിരിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം സമാധിയായത്. അതേ ശിവഗിരിയിൽ സമാധിയായ സമയത്ത് അദ്ദേഹം ധരിച്ച വസ്ത്രത്തിൻ്റെ നിറം വെള്ള നിറമായിരുന്നു. വെള്ള നിറമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. ജീവിച്ചിരിക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് 1927 ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെടുന്നത്. ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു മൂർക്കോത്ത് കുമാരൻ. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ എവിടെ സ്ഥാപിക്കപ്പെട്ടു? തലശ്ശേരിയിൽ. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരി. അതാണ് ഇന്ന് 1927. 1927 ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്തത് സി താവർലി. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്തത് സി താവർലി. ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിതമായത് കൈതമുക്കിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിതമായത്. അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ആര് തന്നെയാണ്? മൂർക്കോത്ത് കുമാരൻ. ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും മൂർക്കോത്ത് കുമാരൻ തന്നെയാണ്. ഗുരുവിൻ്റെ ആദ്യ സന്യാസ ശിഷ്യൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യൻ ശിവലിംഗ ദാസ സ്വാമികൾ. ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യൻ ശിവലിംഗ ദാസ സ്വാമികൾ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് അയ്യപ്പൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ഗുരുവിൻ്റെ അവസാന സന്യാസ ശിഷ്യൻ ആനന്ദ തീർത്ഥൻ. ഗുരുവിൻ്റെ അവസാന സന്യാസ ശിഷ്യനായി തീർന്ന വ്യക്തിയാണ് ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി തീർന്ന യൂറോപ്യൻ ഏണസ്റ്റ് ക്ലാർക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി തീർന്ന യൂറോപ്യനായിരുന്നു ഏണസ്റ്റ് ക്ലാർക്ക്. ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടത് ബോധേശ്വരൻ. ബോധേശ്വരനെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടു. ഈ ബോധേശ്വരൻ്റെ യഥാർത്ഥ പേര് വേലായുധൻ. ബോധേശ്വരൻ്റെ യഥാർത്ഥ പേര് വേലായുധനാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു? P.A. പക്കർ. അതുപോലെ യുഗപുരുഷൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി R. സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു യുഗപുരുഷൻ. R. സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു യുഗപുരുഷൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഈ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ആർക്കായിരുന്നു? ചട്ടമ്പി സ്വാമികൾക്ക്. ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന കൃതി സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 1882 ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ സമയത്ത് ഗുരു രചിച്ച കൃതിയായിരുന്നു ശിവശതകം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് 1888 ഈ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം
എന്ന വരികൾ കാണപ്പെടുന്ന ഗുരുവിൻ്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. എന്തായിരുന്നു? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന വരികൾ കാണപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. ഈ ആത്മോപദേശ ശതകം ഗുരു രചിക്കപ്പെട്ടത് 1897 ആത്മോപദേശ ശതകം സെന്റിലോക്കി ടു ദ സെൽഫ്, സെന്റിലോക്കി ടു ദ സെൽഫ് എന്ന പേരിലേക്ക് തർജ്ജമ ചെയ്തത് നടരാജ ഗുരുവാണ്. ആത്മോപദേശ ശതകം സെന്റിലോക്കി ടു ദ സെൽഫ് എന്ന പേരിലേക്ക് തർജ്ജമ ചെയ്തത് നടരാജ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വചനം കാണപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ജാതിമി മാംസ. ഇതാണ് പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു വചനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വരികൾ കാണപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ജാതിമി മാംസ. ചട്ടമ്പി സ്വാമികളോടുള്ള സമാധിയോട് ആദരമർപ്പിച്ചുകൊണ്ട് ഗുരു എഴുതിയ കൃതി നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളോടുള്ള മഹാസമാധിയോട് ആദരവർപ്പിച്ചുകൊണ്ട് ഗുരു എഴുതിയ കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിക്കപ്പെട്ട കൃതിയായിരുന്നു ഗുരുവിൻ്റെ ആദ്യ കൃതിയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ചട്ടമ്പി സ്വാമികളുടെ മഹാസമാധിയോട് ആദരമർപ്പിച്ചുകൊണ്ട് ഗുരു എഴുതിയ കൃതിയാണ് നവമഞ്ജരി. തൈക്കാട് അയ്യയ്ക്ക് സമർപ്പിച്ച ഗുരുവിൻ്റെ കൃതി ജനനി നവമഞ്ജരി. തൈക്കാട് അയ്യയ്ക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ജനനി നവമഞ്ജരി. ഗുരു എഴുതിയ സംസ്കൃതം കൃതികൾ, ഗുരു എഴുതിയ സംസ്കൃതം കൃതികൾ ദർശനമാല, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം, നിർവൃതി പഞ്ചകം. ദർശനമാല, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം, നിർവൃതി പഞ്ചകം. ഈ 4 കൃതികളാണ് അദ്ദേഹം എഴുതിയ സംസ്കൃതം കൃതികൾ. ഗുരു തമിഴിൽ എഴുതിയ കൃതിയാണ് തേവാര പത്തിങ്കൽ. ഗുരു തമിഴിൽ എഴുതിയ കൃതിയുടെ പേരാണ് എന്ത്? തേവാര പത്തിങ്കൽ. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൃതികൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ PSC ചോദിച്ചിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് വിനായകാഷ്ടകം, ജാതി നിർണയം, അതുപോലെ ജാതി ലക്ഷണം, അനുകമ്പാദശകം, ദൈവദശകം. ഏതൊക്കെയായിരുന്നു? വിനായകാഷ്ടകം, ജാതി നിർണയം, ജാതി ലക്ഷണം, അനുകമ്പാദശകം, ദൈവദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2014 2014 100ാം വാർഷികം ആഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതായിരുന്നു? ദൈവദശകം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മറ്റുള്ളവർ എഴുതിയ കൃതികളെ നോക്കാം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മറ്റ് ആളുകൾ എഴുതിയ കൃതികളാണ്. ഒന്നാമത്തത് ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രൻ. അതുപോലെ ഗുരുവിൻ്റെ ദുഃഖം, മറ്റൊരു നോവലാണ് ഗുരുവിൻ്റെ ദുഃഖം, എഴുതിയത് സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോട് ഗുരുവിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ഗുരുവിൻ്റെ ദുഃഖം. ഗുരുദേവ കർണാമൃതം, മറ്റൊരു കൃതി. ഗുരുദേവ കർണാമൃതം എഴുതിയത് കിളിമാനൂർ കേശവൻ. കിളിമാനൂർ കേശവൻ ഗുരുവിനെ കുറിച്ച് എഴുതിയ കൃതിയാണ് ഗുരുദേവ കർണാമൃതം. നാരായണം, നാരായണം എന്ന കൃതി എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ. പെരുമ്പടവൻ ശ്രീധരൻ എഴുതിയ കൃതിയായിരുന്നു നാരായണം. നാരായണ ഗുരുസ്വാമി, നാരായണ ഗുരുസ്വാമി MK സാനു, ഒട്ടുമിക്ക മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരാളാണ് MK സാനു. അപ്പോൾ ഗുരുവിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് നാരായണ ഗുരുസ്വാമി. ബ്രഹ്മർഷി ശ്രീ നാരായണ ഗുരു, ബ്രഹ്മർഷി ശ്രീ നാരായണ ഗുരു, ബ്രഹ്മർഷി ശ്രീ നാരായണ ഗുരു എന്ന കൃതി എഴുതിയത്
ടി ഭാസ്കരൻ എഴുതിയ കൃതിയാണ് ബ്രഹ്മർഷി ശ്രീ നാരായണ ഗുരു. യുഗപ്പിറവി എന്ന കൃതി എഴുതിയത് കെ വാസുദേവൻ. ചരിത്രത്തെ ആഘാതമാക്കിയ ഗുരു എഴുതിയത് കെ പി അപ്പൻ എഴുതിയ കൃതി ചരിത്രത്തെ ആഘാതമാക്കിയ മനുഷ്യൻ. ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറേ ആളുകൾ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അയ്യങ്കാളി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത് അയ്യങ്കാളി. പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല എന്ന് ഗുരുവിനെ കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞിരിക്കുന്നത്. മഹാത്മാഗാന്ധിക്ക് മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. മഹാത്മാഗാന്ധിക്ക് മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തി ശ്രീനാരായണ ഗുരു ആണ് എന്ന് പറഞ്ഞത് സി പി രാമസ്വാമി അയ്യരാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എക്സാമിന് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാസ്സുകളും പൂർണ്ണമായിട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.